4 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് മരണത്തിന് 20 മണിക്കൂർ മുമ്പാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഈ ഫോറൻസിക് സർജൻ ഈ വിവരം പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളുണ്ടായിരുന്നു. കുട്ടിയുടെ സംസ്കാരത്തിന് ശേഷം പോലീസ് പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പീഡനം നടന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ പ്രതി മാത്രമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അല്പം കൂടി വ്യക്തത പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു. ഈ വിവരം അറിഞ്ഞതിന് ശേഷം പ്രതിയെ നിരീക്ഷിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇയാളെ നിരീക്ഷിക്കാൻ മാത്രമായി 20-ലേറെ പോലീസുകാരെ നിയോഗിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ശ്യാം അറിയിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ശ്യാം? അറിയിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 4 വയസ്സുകാരിയായ കുഞ്ഞിന്റെ മരണത്തിന് ശേഷം ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് ഡോക്ടർമാർ വിവരം നൽകിയതിനെ തുടർന്നാണ് ഇയാളെ നിരീക്ഷിക്കാനായി മാത്രം 20-ലേറെ പോലീസുകാരെ അവിടെ നിയോഗിച്ചിരുന്നത്. കൊല്ലപ്പെടുന്നതിന് 20 മണിക്കൂർ മുമ്പ് പോലും കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് ഡോക്ടർ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിച്ചത്. ഈ സംസ്കാരത്തിന് ശേഷം ഇയാളെ അതേ വീട്ടിൽ വെച്ച്, അതായത് കുട്ടിയുടെ പിതാവിന്റെ വീട്ടിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ തവണയും പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് വളരെ തന്ത്രപൂർവ്വം പോലീസ് ഇയാളുടെ മുറിയിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും ധരിച്ച അവിടെ ഉപേക്ഷിച്ചിരുന്ന ഊരിയിട്ടിരുന്ന വസ്ത്രങ്ങളുമടക്കം ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ പരിശോധനാ ഫലങ്ങളും പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെ സമയത്ത് തെളിവായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പീഡനം നടന്ന സമയത്ത് ഇയാൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ആ സമയത്ത് കുട്ടിയുടെ പിതാവും ഇപ്പോൾ അറസ്റ്റിലായ വ്യക്തിയുടെ മൂത്ത സഹോദരനുമടക്കം ഈ ആശുപത്രിയിലായിരുന്നു എന്നും കണ്ടെത്തി. അതായത് പീഡനം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏക പുരുഷൻ അത് ഇയാളായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രതിയെ നിരീക്ഷിക്കാനായി മാത്രമാണ് പോലീസ് 20 പേരെ അവിടെ നിയോഗിച്ചത്. കാരണം ആദ്യം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 20 പോലീസുകാരെ നിരീക്ഷണത്തിന് വയ്ക്കുകയും പ്രതിയെ കൃത്യമായി പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ മരണത്തിന് 20 മണിക്കൂർ മുമ്പും ആ കുട്ടി 4 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫോറൻസിക് സർജനാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പിന്നാലെ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില നടപടികളുണ്ടായി. അയാളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചുകൊണ്ട് അയാളെ നിരീക്ഷിക്കുന്ന നിലയിലേക്കുമൊക്കെ പോലീസ് പോയിരുന്നു എന്നുള്ള ആ കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ എസ് ശ്യാംകുമാർ പങ്കുവച്ചത്.